ഞാൻ ലീഫി. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ, ഞാനും ചിന്താരുവും കൂടെ ടെറസ് വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ്. ചിന്താരുവിൻ്റെ വായിലിത് സ്ഥിരമാണ്, ഒരു ഉണങ്ങിയ കരിയില എപ്പോഴും വായിലുണ്ടാവും. അപ്പം അതാണ് അവളുടെ പവർ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ടെറസ് വൃത്തിയാക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം. വാ. ഇതാണ് ടെറസിൻ്റെ എന്താ പറയണ്ടേ നിലവിലുള്ള അവസ്ഥ. പരിതാപകരമായ അവസ്ഥ. ദുരന്തമാണ്, ദുരന്തം. കണ്ടോ, അത്രയധികം ഇലകളൊക്കെ വീണിട്ട് ആകെ അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് വൃത്തിയാക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പുറത്തേക്ക് വെള്ളം പോകുന്ന കുഴലുകളൊക്കെ അടഞ്ഞു പോകും കരിയില വീണിട്ട്. കണ്ടോ, അതിന് അകത്തേക്കെല്ലാം കരിയില പോയിരിക്കുകയാണ്. ഇപ്പം വേനൽ മഴയും പെയ്യുന്നുണ്ടല്ലോ, അപ്പം വെള്ളം പോകാനുള്ള ഒരു എന്താ പറയണ്ടേ സാധ്യത വളരെ കുറവാണ്. ലീക്ക് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ഇത് വൃത്തിയാക്കുന്നത്. കണ്ടോ, അതുപോലെ ഇലകൾ വീണിരിക്കുകയാണ്. മുകളിലത്തെ കൊക്കോയുടെയൊക്കെ ഇലകളാണ് കൂടുതലായിട്ട് വീണേക്കുന്നത്. അപ്പം അതാ കണ്ടോ, അടുത്ത ഇത് കണ്ടോ, അവിടെയൊക്കെ അടഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം, വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ അടിക്കൽ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഞാനും ഉണ്ട്, ചിന്താരും ഉണ്ട്. അങ്ങനെ വളരെ എന്താ പറയണ്ടേ വലിയ തോതിൽ അടിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ അടിക്കുന്നതിനനുസരിച്ച് ചിന്താരു അതേപോലെ വാലാട്ടുന്നുണ്ട്. കണ്ടോ, ചിന്താരുവിൻ്റെ വാലും എൻ്റെ ചൂലും ഒരുപോലെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അങ്ങനെ അടിക്കൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. കണ്ടോ, അപ്പോൾ ഒരു ഉണങ്ങിയ പുല്ല് കിട്ടി. അതിന് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതാ കാണിച്ചത്. അത്രയും ദൂരെ നിന്ന് കാണാൻ വയ്യ. ടെറസെ പറ്റി പിടിച്ചിരുന്ന പുല്ലാണത്. അപ്പം അങ്ങനെ അവിടെ ഇങ്ങനെ ഇത്രയും എത്തിയിട്ടുണ്ട്. അടിച്ചു വാരി ഇത്രയും എത്തി. അപ്പം വളരെ വലിയ ഒരു ജോലി തന്നെയായിരുന്നു. കാരണം കുറേ കാലമായിരുന്നു വൃത്തിയാക്കിയിട്ട്. കണ്ടോ, അത്രയ്ക്കും ഇലകൾ വീണിട്ടുണ്ടായിരുന്നു. താഴത്തെ ടെറസാണ് ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല ജോലി ഉണ്ടായിരുന്നു, നല്ല പോലെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്രയും കാലം നോക്കാതെയൊക്കെ അത് ഇങ്ങനെ കിടന്ന് ഇലകൾ കൂടിപ്പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ലോ മോഷൻ ഒന്നെടുത്തതാണ്. ഒരു ചേഞ്ചിന് വേണ്ടി ഒരു സ്ലോ മോഷൻ എടുത്ത് നോക്കിയതാണ്. കണ്ടോ, അതാണ്. കണ്ടോ, കരിയിലക്കാറ്റ് പോലെ. അതാണ്. അങ്ങനെ സ്ലോ മോഷനിൽ കരിയിലകൾ വളരെ പതുക്കെ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പെട്ടെന്നാണ് കേട്ടോ മഴ പെയ്തത്. അപ്പോൾ ഒരു 3 കൂട്ടം കൂട്ടി വെച്ചായിരുന്നു. അപ്പോഴത്തേക്ക് മഴ പെയ്തു. ഓടിപ്പോയി താഴെ പോയി കുട എടുത്തുകൊണ്ട് വന്ന് സ്റ്റെപ്പിലൂടെ ഒഴുകുന്ന വെള്ളം പിടിച്ചതാണ്. വെള്ളം ഒഴുകുന്നത് ക്യാമറയിൽ എടുത്തതാണ്. വെള്ളിച്ചില്ലൊഴുതറി. കണ്ടോ, ടെറസിൽ മുകളിലെത്തിയപ്പോൾ മഴ പെയ്യുന്ന കാഴ്ചയാണിത്. മുകളിൽ എത്തിയപ്പോൾ കണ്ടോ, നമ്മുടെ 3 കൂട്ടം അവിടെയുണ്ട്. 3 കൂട്ടം അങ്ങനെ തന്നെ ഉണ്ട്. അപ്പം കുടയൊക്കെ ചൂടി ഞാനാണിത്. കുടയൊക്കെ ചൂടി നിൽക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം വരേണ്ടി വന്നു. മഴയൊക്കെ മാറി പിറ്റേ ദിവസം കയറി വരികയാണ്. അങ്ങനെ നമ്മൾ കൂട്ടിവെച്ച 3 കൂട്ടവും അവിടെയുണ്ട്. അപ്പം അതിനി വാരി മാറ്റണം. ആ ഇലകളൊക്കെ വാരിയെടുത്ത് മാറ്റണം. അപ്പോൾ അങ്ങനെ അതൊക്കെ വാരി കളഞ്ഞ അടുത്തത് കാണുന്നത് അതൊക്കെ വാരി കളയുന്നതിന് മുമ്പ് കണ്ടോ, പുറത്തേക്ക് വെള്ളം ഒഴുകുന്ന ഓസുകളൊക്കെ ഇവിടെ ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണെങ്കിലും താഴത്തെ ആ ചെറിയ ടെറസിലാണെങ്കിലും കണ്ടോ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്താ പറയണ്ടേ, അതിൽ ഇനിയിപ്പം ബ്ലോക്ക് വരാൻ സാധ്യതയില്ല. എൻ്റെയും ചിന്താരുവിൻ്റെയും ചെറിയൊരു ആഹ്ലാദ പ്രകടനം. അതാണ് ഈ കാണുന്നത്. അങ്ങനെ ഇനി വൃത്തിയാക്കിയ ടെറസ് കണ്ടോളൂ. ഇതാണ് വൃത്തിയാക്കിയ ടെറസ്. ഒരു യുദ്ധം കഴിയുമ്പോൾ അല്ലെ ഒരു ദുരന്തം കഴിയുമ്പോൾ അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ പോലെ ഒരു പാടൊക്കെ അവശേഷിക്കുന്നു പറയേലേ എന്ന് പറഞ്ഞ പോലെ ആ 3 കൂട്ടങ്ങൾ കൂട്ടി വെച്ചെടുത്ത് ഒരു പാടിപ്പോഴുമുണ്ട്. അതങ്ങനെ ഒരു ഓർമ്മയായിട്ട് അവിടെ കിടക്കട്ടെ അല്ലേ. അങ്ങനെ
അങ്ങനെ വൃത്തിയാക്കിയ ടെറസിലൂടെ മന്ദം മന്ദം നമ്മുടെ ചിന്താരു അവിടെ നിൽക്കുന്നുണ്ട്, നടന്നു വന്നേച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാനും ഉണ്ട്, ചിന്താരും ഉണ്ട്, കണ്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുവരെ ബൈ ഫ്രം ലീഫി. അടുത്തത് ബിഹൈൻഡ് ദ സീൻസ്, എൻ്റെ ട്രയൽസാ. ഹലോ, അപ്പം വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഞാനും ചിന്താരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ടെറസ് വൃത്തിയാക്കി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതുവരെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ ഞാനും ചിന്താരും അങ്ങനെ വൃത്തിയാക്കൽ ഇവിടെ എന്താ പറയണ്ടേ, സക്സസ്ഫുള്ളായിട്ട് ചെയ്തേക്കുവാണ്. അപ്പം പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ വീഡിയോ ഇവിടെ തീരുകയാണ്. സപ്പോർട്ട് ചെയ്യണം. പിന്നെ അപ്പോൾ ഇതാ ഞാനും ചിന്താരും ഉണ്ട്. പിന്നെ എന്താണ് ഇവിടെ അടിച്ചുവാരൽ വൃത്തിയാക്കൽ ഇവിടെ വിജയകരമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ ലീഫി. ബൈ ഫ്രം ലീഫി. ഓക്കെ.